ശ്രീദേവി, ഇന്നോളം ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല, തല കുനിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഞാൻ നീ പറഞ്ഞിട്ട് നിന്റെ അനിയനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു? എന്തുണ്ടായിരുന്നോ? നിന്റെ അനിയനോട് ചോദിച്ചോക്ക്, നിന്റെ കിട്ടനോട് ചോദിച്ചോക്ക്. അവൻ കാരണം എന്റെ ഒരു ശിക്ഷയുടെ മുമ്പിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നില്ലേ? എന്നെ മാനം കിട്ടില്ലേ? എന്ത് സംഭവിച്ചെന്ന് പറയച്ചാ? അവൻ ജോലി ചെയ്യുന്നിടത്ത് കുട്ടിച്ചോറാക്കിയെന്ന്, താഴിയെ ഇളകിപ്പോയെന്ന് എക്സൈസുകാർ വന്ന് കേസെടുത്തെന്ന്. പിന്നെയും തിരക്കാൻ ചെന്നാല് എന്റെ താടിയിൽ ഇളകിപ്പോവും. അതുകൊണ്ട് ഞാൻ തിരക്കില്ല. കാര്യമെന്തെന്ന് ഞാൻ പറയാൻ ചേച്ചി. ഒരു ലാറിയിൽ കുറെ വെളിച്ചെണ്ണപ്പാട്ട കയറ്റി, കൂട്ടത്തിൽ കുറെ കള്ളച്ചാരായം. കള്ളച്ചാരായെന്ന് നിനക്ക് മനസ്സിലായി? ചാരായത്തിന് മണം കെട്ടാൻ എനിക്കറിഞ്ഞൂടെ? അയ്യോ, പെൻഷനായിട്ട് പോലും ഇന്ന് വരെ ഒരു മദ്യത്തിന്റെ ഗന്ധം എനിക്കറിയാൻ പാടില്ല. അത് മനസ്സിലായി കഴിഞ്ഞു. പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഉണ്ടായത് പറയൂ ഉണ്ണി. ഞാൻ പറയാൻ ചേച്ചി. ലാറിയിൽ ചാരായപ്പാട്ട കയറ്റിയിട്ട് വെളിച്ചെണ്ണ എഴുതി കൊടുക്കണമെന്ന് അവന്മാര് പറഞ്ഞു. ഞാൻ ഉള്ളതുപോലെ എഴുതു, കള്ളത്തിൽ എഴുതാൻ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് ഞാനും പറഞ്ഞു. ഉടനെ ഉമ്മ എന്നോട് വഴക്കിന് വന്നു. എന്നോട് വഴക്കിന് വന്നാൽ ഞാൻ വിടുമോ? അത് ശരി. ലോറി കയറുന്ന പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിച്ചാ പോരെ? പിന്നെ തുറന്നു നോക്കണോ? അപ്പൊ കള്ളച്ചാരായം മാറ്റുന്നതിന് കൂട്ടു നിൽക്കാനാണോ അച്ഛൻ എന്നോട് നയിച്ചത്? അല്ലേ, സെൻട്രൽ എക്സൈസുകാരുടെ ജോലിക്ക് കൊണ്ട് പറയിക്കണ്ട. അങ്ങനെ കള്ളം പറഞ്ഞ് പണമുണ്ടാക്കാനാണോ അച്ഛനും ഗുരുനാഥന്മാരും എന്നെ പഠിപ്പിച്ചത്? സത്യം സർവഗുണാൽ പ്രധാനം എന്നല്ലേ പിള്ളേർ അച്ഛൻ പഠിപ്പിക്കാറ്? കുന്തം, നിന്റെ ഒരു സത്യവും പ്രമാണവും. എടാ, ഇക്കാലത്ത് വല്ലവന്റെ കീഴിൽ ജോലി ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ കണ്ണ് നടത്തേ പറ്റും. എങ്കിലെനിക്ക് മോഷ്ടിക്കാൻ വെക്കൂടെ? ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അയ്യോ, കേട്ടോ, ഇവരെന്നോട് തർക്കുത്തരം പറയുന്നു. എല്ലാത്തിനും അച്ഛനവനെ കുറ്റപ്പെടുത്തിയാലോ? അവൻ പറഞ്ഞ് തർക്കുത്രമാണോ? കാര്യമല്ലേ? കാര്യമല്ല, വിവേകേട്. അപ്പൊ പള്ളിക്കൂടത്തിൽ വെച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നാണോ അച്ഛൻ പറയുന്നത്? ആ പഠിച്ചതൊക്കെ പരീക്ഷിക്കാനേ ഉള്ളത്തുള്ളൂ ഇക്കാലം ജീവിക്കണമെങ്കിൽ. കൊള്ളാം, ഒരു അധ്യാപന അച്ഛൻ തന്നെ ഇതൊക്കെ പറയണം. പറയണം, 1000 പ്രാവശ്യം പറയണം. നിന്നൊക്കെ പോറ്റാൻ ഞാനാണ് കഷ്ടപ്പെടുന്നത്. കള്ളത്തരം കാണിച്ച് പണമുണ്ടാക്കി ആഹാരം കഴിക്കുന്നേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണ്. അഭിനങ്ങനെ വേണ്ടി വരും. അതൊന്നുമല്ല കാരണം. എന്തെങ്കിലും കാരണം പറഞ്ഞ് വായി നോക്കി ചുമ്മാ തെങ്ങല് പുളിയുടെയായിട്ട് ഇങ്ങനെ നടക്കണം. മതി പറഞ്ഞത്. അച്ഛൻ നീ നിർത്തുന്നുണ്ടോ? ഞാൻ നിർത്തിയേക്കാം. പക്ഷേ ഇനി ഇവന്റെ കാര്യം എന്തെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ അപ്പൊ പറയാം. ചേട്ടാ, ഓരോരുത്തൻ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നു, എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നു. ഇവിടെ നാശം തിരിച്ചു വിളിച്ചു എങ്ങനെയാണോ? എന്താ വേണം? ഈ കുളിച്ച് യോഗ്യനായിട്ട് എവിടെ പോണു? നിനക്ക് എന്താ പണി? ഈ ചോദ്യം അസംബന്ധമല്ലേ? എവിടെ പോണ്ട, എന്തോന്നാടാ ജോലി? ഇതൊന്നും ചോദിക്കുന്നില്ലേ? നീ ചോദിക്കാൻ വല്ലതുണ്ടോ? ഐ എം വെരി ബിസി, വെരി ബിസി. ഐ ഹാവ് ടു ഗോ, ഐ വിൽ ഗോ. നിനക്ക് എന്താടാ ഇത്ര വലിയ പണി? ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഉണ്ണികൃഷ്ണയുടെ വാലും പിടിച്ചുകൊണ്ട് നടക്കണം. ആ പ്രസ്താവന അച്ഛന്മാരെ പിൻവലിക്കണം. അച്ഛന്മാരോ? ചെണ്ടക്കോല ഒരു പെരുക്കി എന്താണല്ലോ. അല്ലല്ല, അച്ഛൻ ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് വാലില്ല, അതുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം. എന്തിനാടാ വാല്? വാലില്ലെങ്കിലും വാലുള്ള ജീവികളുടെ പണിയല്ലേ കയ്യിലിരിക്കുന്നത്. എവിടെ ഗുരുവാലുണ്ടോ അവിടെയൊക്കെ ഉണ്ണികൃഷ്ണപിള്ളയെ കാണാം. അതിന്റെ പിന്നാലെ നിന്നെ പോലെ കുറെ വാനരന്മാരെ. ആ കൂട്ടാവത്താന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ? അമ്മയും തുടങ്ങിക്കോ. എപ്പോഴാണ് നിനക്കിട്ട് പെരുക്ക് കിട്ടുന്നതെന്ന് കൊണ്ടതിന് ശേഷം നിനക്ക് മനസ്സിലാവും. അപ്പൊ ഇത് മതി, ബാക്കി നാളെ ആകാം. ഐ എം വെരി ബിസി ഗോയിങ്. നിന്റെ ഒരു പുസിപ്പാടാ ചെണ്ട. ഞാനോ? ചെണ്ടയോ? അത് തന്നെ, ചെണ്ട തന്നെ. എന്താ നിനക്ക് നാണമുണ്ടോ? നിന്നെ പഠിപ്പിക്കാൻ വിട്ടു. ആ ഉണ്ണികൃഷ്ണപിള്ളയുടെ വാലും പിടിച്ചുകൊണ്ട് വരുന്നത് നീ അത് കളഞ്ഞു വിളിച്ചു. എന്നാ കുലത്തൊഴിലെങ്കിലും ഒന്ന് അഭ്യസിക്കുക. നാളെ മുതൽ നീ എങ്ങനെയാ ജീവിക്കാൻ തീരുമാനിച്ചേക്കുന്നത്? പിടിക്കാ ചെണ്ട. അയ്യോ അച്ഛൻ, എനിക്ക് ചെണ്ട കച്ചേരി ചെയ്യാൻ വാസനയില്ല. നീ കച്ചേരിക്ക് ഒന്നും വായിക്കണ്ട. ഞാൻ അന്ന് നിന്നെ പഠിപ്പിച്ചിരുന്നില്ലേ, ആ 4 നടയൊന്ന് വായിക്കും. നിന്നെ പഠിപ്പിക്കാൻ പോയാൽ ഞാൻ പഠിച്ചത് മറന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വാസനയില്ല. എന്റെ ഈശ്വര, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ചെണ്ട എന്താ ചെയ്യാ? അമ്മ അതിന് വിഷമിക്കണ്ട, നമുക്ക് ഇതുകൊണ്ട് എലിപ്പെട്ടി ഉണ്ടാക്കാം. ചെണ്ട കൊണ്ട് എലിപ്പെട്ടി ഉണ്ടാക്കിയതാ. അത് നമുക്ക് ചെറിയൊരു കുടി വ്യവസായം പോലെ ആരംഭിക്കാം. എന്നിട്ട് എലിച്ചണ്ട എന്ന് പരസ്യം കൊടുക്കാം. എന്താ ഗുരുവായൂരപ്പാ,
മേലേക്കുന്നത്ത് നാരായണമാരാരുടെ മകൻ ഗോവിന്ദമാരാർക്ക് ഇങ്ങനെ ഒരു പുത്രൻ ജനിച്ചില്ലെന്ന് നാട്ടുകാർ പറയൂലോ ഈശ്വര. ആരാണെന്നേ മാരാന്മാര്? ആരാണെന്നോ? അല്ലെ അച്ഛൻ ഒന്നിൽ കൂടി അഡ്രസ്സിൽ പറയുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? നിന്റെ തന്ത. സന്തോഷം. അപ്പൊ ഞാൻ വരട്ടെ. ഐ ആം ബിസി, വെരി വെരി ബിസി.